മാതൃകാ ചോദ്യങ്ങൾ. സ്വച്ഛയാൽ ഒരു വ്യക്തിക്ക് നേരെ ആസിഡ് എറിയുന്നതോ എറിയാൻ ശ്രമിക്കുന്നതോ IPCയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായിട്ടുള്ളത്? ആൻസർ 326B. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒരു കരിയറായിട്ടുള്ള വ്യക്തി കുറ്റകരമായ വിശ്വാസവഞ്ചന കാണിക്കുന്നതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന വകുപ്പ്? ആൻസർ സെക്ഷൻ 407. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. IPC 354A പ്രകാരം താഴെ പറയുന്ന ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരു പുരുഷൻ ലൈംഗിക അധിക്ഷേപം നടത്തിയതായി പറയുന്നത്? 1. അനഭിലാഷണീയമായതും ലൈംഗിക ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ളതുമായ സ്പർശനങ്ങൾ ചെയ്താൽ. 2. ലൈംഗിക സംതൃപ്തിക്കായി ആവശ്യപ്പെടുകയോ അപേക്ഷിക്കുകയോ ചെയ്താൽ. 3. ഒരു സ്ത്രീയുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി അശ്ലീല ദൃശ്യങ്ങൾ കാണിച്ചാൽ. 4. ലൈംഗിക ചുവയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയാൽ. ആൻസർ 1, 2, 3, 4 എല്ലാം. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഒരു പുരുഷൻ തൻ്റെ ലിംഗം അത് എത്രത്തോളമായാലും ഒരു സ്ത്രീയുടെ ഡാഷിലേക്ക് കടത്തുമ്പോൾ അയാൾ ബലാത്സംഗം നടത്തിയതായി പറയുന്നു? ആൻസർ യോനി, വായ, മൂത്രനാളി, മലദ്വാരം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഒരു പുരുഷൻ തൻ്റെ ലിംഗമല്ലാത്ത ഏതൊരു വസ്തുവോ ശരീരഭാഗമോ അത് എത്രത്തോളമായാലും ഒരു സ്ത്രീയുടെ യോനി, മൂത്രനാളി, മലദ്വാരം എന്നിവയിലെ ഏതെങ്കിലും പ്രവേശിച്ചാൽ അയാൾ എന്ത് ചെയ്തതായി കണക്കാക്കാം? ആൻസർ ബലാത്സംഗം. X, Y എന്നിവർ Zനെ കൊല്ലാനായി പോയി. Xന്റെ കയ്യിൽ ആയുധമുണ്ടായിരുന്നെങ്കിലും Zനെ അതുപയോഗിച്ച് ആക്രമിച്ചില്ല. Y Zനെ കൊന്നു എങ്കിൽ? ഓപ്ഷൻസ്. A. Zന്റെ കൊലപാതകത്തിൽ Y മാത്രമാണ് ഉത്തരവാദി. B. Xും Yയും Zന്റെ കൊലപാതകത്തിൽ ഉത്തരവാദികളാണ്. C. X പ്രത്യേകമായി ഒന്നും ചെയ്യാത്തതിനാൽ Xന് ഉത്തരവാദിയല്ല. D. Aയും Cയുമാണ് ആൻസർ. ആൻസർ B ആണ് ആൻസർ. Zഉം Yയും Zന്റെ കൊലപാതകത്തിൽ ഉത്തരവാദികളാണ് എന്നതാണ് ആൻസർ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. എത്ര തരത്തിലുള്ള ശിക്ഷകളാണ് IPCയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? 5 തരത്തിൽ. ആൻസർ 5 തരത്തിലുള്ള ശിക്ഷകളാണ് IPCയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. പൊതു അപവാദങ്ങൾ IPCയുടെ ഏത് അധ്യായത്തിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? അധ്യായം 4ലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. IPCയുടെ കരട് നിർമ്മാണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? IPCയുടെ കരട് നിർമ്മാണ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് മെക്കാളെ പ്രഭു ആണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ. ഒരു സ്ത്രീയുടെ ചാരിത്രശുദ്ധിക്ക് ഭംഗം വരുത്തണമെന്നുള്ള ഉദ്ദേശത്തോടുള്ള കയ്യേറ്റത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 354. ആൻസർ 354. 11ാമത്തെ ക്വസ്റ്റ്യൻ. മരണം സംഭവിപ്പിക്കുമെന്നോ കഠിന ദേഹോപദ്രവം ഏൽപ്പിക്കുമെന്നോ ഭയപ്പെടുത്തിക്കൊണ്ട് ഒരു വ്യക്തിയിൽ നിന്ന് പിടിച്ചുപറി നടത്താൻ ശ്രമിക്കുകയോ പരാമർശിക്കുന്ന IPCയിലെ വകുപ്പ്? ആൻസർ 387. 387. 12ാമത്തെ ക്വസ്റ്റ്യൻ. മോഷണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന IPC വകുപ്പ്? മോഷണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന IPCയിലെ വകുപ്പ്? ആൻസർ 392. സെക്ഷൻ 392. 13ാമത്തെ ക്വസ്റ്റ്യൻ. A എന്ന സർജൻ സതുദ്ദേശത്തോടെ തൻ്റെ രോഗിയോട് പറഞ്ഞു, താങ്കൾ ഇനി ജീവിച്ചിരിക്കാനുള്ള സാധ്യത കുറവാണ്. രോഗി ആ ഞെട്ടലിൽ മരണമടയുകയും ചെയ്തു എങ്കിൽ? ഓപ്ഷൻസ്. A. തെറ്റുകാരനാണ്, കാരണം പ്രസ്തുത സംഭാഷണം ഒഴിവാക്കണമായിരുന്നു. B. തെറ്റുകാരനല്ല, കാരണം അദ്ദേഹം തൻ്റെ കടമ ശരിയാംവിധം പറഞ്ഞു. C. A. തെറ്റുകാരനല്ല, കാരണം അദ്ദേഹം രോഗിക്ക് യാതൊരുവിധ തെറ്റായ പ്രതീക്ഷകളും നൽകിയില്ല. D. Bയും Cയും ആണ് ശരി. ആൻസർ Bയും Cയുമാണ് ശരി. A. തെറ്റുകാരനല്ല, കാരണം അദ്ദേഹം തൻ്റെ കടമ ശരിയായ വിധം പറഞ്ഞു.
എ തെറ്റുകാരനല്ല, കാരണം അദ്ദേഹം രോഗിക്ക് യാതൊരുവിധ തെറ്റായ പ്രതീക്ഷകളും നൽകിയില്ല. ഇതാണ് ശരിയായ ആൻസർ. 14ാമത്തെ ക്വസ്റ്റ്യൻ, IPC സെക്ഷൻ 303 ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീം കോടതി പ്രസ്താവിക്കാനിടയായ കേസാണ് മിത്തൂവ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, എ തൻ്റെ ഭാര്യയെ മർദ്ദിക്കുകയും അവർ ബോധരഹിതയായി താഴെ വീഴുകയും ചെയ്തു. ഭാര്യ മരിച്ചെന്ന് കരുതി അറസ്റ്റ് ഭയന്ന് എ ഭാര്യയെ ഫാനിൽ കെട്ടിത്തൂക്കി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തൂങ്ങിമരണം എന്ന് തെളിഞ്ഞു. എങ്കിൽ എ ചെയ്ത കുറ്റം കുറ്റകരമായ നരഹത്യ ആണ് ആൻസർ. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഇസഡുമായി സൗഹൃദത്തിലുള്ള എ എന്നയാൾ ഇസഡിൻ്റെ അഭാവത്തിൽ ഇസഡിൻ്റെ ലൈബ്രറിയിൽ പോവുകയും അനുവാദമില്ലാതെ ഒരു പുസ്തകം എടുക്കുകയും തൻ്റെ സ്വന്തം ലാഭത്തിനായി ആ പുസ്തകം വിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആൻസറായിട്ട് വരുന്നത് എ വസ്തുവിൻ്റെ കുറ്റകരമായ ദുരുപയോഗം നടത്തിയിരിക്കുന്നു. ആൻസർ എ വസ്തുവിൻ്റെ കുറ്റകരമായ ദുരുപയോഗം നടത്തിയിരിക്കുന്നു. 17ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ് ഒരു വസ്തു കൈവശം വെച്ചിരിക്കുന്നതായും അത് മോഷ്ടിക്കപ്പെട്ടതായി സംശയിക്കുന്നതിനാലും ആർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എക്സിനെ അറസ്റ്റ് ചെയ്തു. പ്രകോപിതനായ എക്സ് അറസ്റ്റ് തടയാൻ ആറിന് നേരെ വെടിയുതിർക്കുകയും ആറിന് സമീപം നിൽക്കുകയായിരുന്ന ഡി മരിക്കുകയും ചെയ്തു. എന്നാൽ എക്സിന് ഡിയെ അറിയുകയോ അയാളെ കൊല്ലുക എന്ന ഉദ്ദേശമോ ഇല്ലായിരുന്നു. ഇത് ഏത് കുറ്റമാണ്? കൊലപാതകം. കാരണം പ്രകോപനം സൃഷ്ടിച്ച് നിയമാനുസൃതമായ തൻ്റെ കടമ നിറവേറ്റുന്നതിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്ത കാര്യമാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഗർഭം അലസിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടെ ചെയ്ത ഒരു പ്രവൃത്തി മൂലമുണ്ടാകുന്ന മരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. സെക്ഷൻ 314. ആൻസർ സെക്ഷൻ 314 ആൻസർ. ഗർഭം അലസിപ്പിക്കുവാനുള്ള ഉദ്ദേശത്തോടെ ചെയ്ത ഒരു പ്രവൃത്തി മൂലമുണ്ടാകുന്ന മരണം പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ്. ആൻസർ സെക്ഷൻ 314. മരണം സംഭവിക്കണമെന്ന് ഉദ്ദേശിച്ച വ്യക്തിയല്ലാതെ മറ്റൊരാളിൻ്റെ മരണത്തിന് കാരണമാകുന്ന കുറ്റകരമായ നരഹത്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPCയിലെ വകുപ്പ് സെക്ഷൻ 301. ആൻസർ സെക്ഷൻ 301 ആണ്. മരണം സംഭവിക്കണമെന്ന് ഉദ്ദേശിച്ച വ്യക്തി അല്ലാതെ മറ്റൊരാളിൻ്റെ മരണത്തിന് കാരണമാകുന്ന കുറ്റകരമായ നരഹത്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPCയിലെ വകുപ്പാണ് സെക്ഷൻ 301. 20ാമത്തെ ക്വസ്റ്റ്യൻ, IPC സെക്ഷൻ 81 പ്രകാരമുള്ള ഉദ്ദേശം ഡാഷ് ആയിരിക്കണം. ഓപ്ഷൻസ്: എ വ്യക്തിക്കുള്ള ഹാനി തടയുക, ഓപ്ഷൻ ബി സ്വത്തിനുണ്ടാകുന്ന നാശം തടയുക, ഓപ്ഷൻ സി എ ആൻഡ് ബി, ഓപ്ഷൻ ഡി എ ഓർ ബി. ആൻസർ വരുന്നത് എ ഓർ ബി ആണ്. വ്യക്തിക്കുള്ള ഹാനി തടയുക അല്ലെങ്കിൽ സ്വത്തിനുണ്ടാകുന്ന നാശം തടയുക. 21ാമത്തെ ക്വസ്റ്റ്യൻ, IPC 82 പ്രകാരം ഡാഷ് വയസ്സിൽ താഴെയുള്ള കുട്ടി ചെയ്തതൊന്നും കുറ്റകരമല്ല. ആൻസർ 7 വയസ്സാണ്. IPC 82 പ്രകാരം 7 വയസ്സിന് താഴെയുള്ള കുട്ടി ചെയ്തതൊന്നും കുറ്റകരമല്ല. 22ാമത്തെ ക്വസ്റ്റ്യൻ, കൊള്ള സമയത്തോ കവർച്ച സമയത്തോ കുറ്റവാളി മാരകായുധങ്ങൾ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ലഭിക്കാവുന്ന തടവ് ശിക്ഷ. സെക്ഷൻ 397 പ്രകാരം 7 വർഷം വരെ തടവ്. 23ാമത്തെ ക്വസ്റ്റ്യൻ, IPC പ്രകാരം പിഴ ഒടുക്കാത്തതിൻ്റെ തടവ് കാലാവധി അവസാനിക്കുന്നത്. ഓപ്ഷൻ എ പിഴ ഒടുക്കുന്നതോടെ, ബി പിഴ ഒടുക്കാത്തതിൻ്റെ തടവ് ശിക്ഷ കഴിയുമ്പോൾ, സി എയും ബിയും അല്ല, ഡി എയും ബിയും. ആൻസർ വരുന്നത് എയും ബിയുമാണ്. പിഴ ഒടുക്കുന്നതോടെ അല്ലെങ്കിൽ പിഴ ഒടുക്കാത്തതിൻ്റെ തടവ് ശിക്ഷ കഴിയുമ്പോൾ. 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നിയമവിരുദ്ധമായി തടസ്സം സൃഷ്ടിക്കൽ IPCയുടെ ഏത് വകുപ്പിൽ പെടുന്നു? നിയമവിരുദ്ധമായി തടസ്സം സൃഷ്ടിക്കൽ IPCയുടെ ഏതു വകുപ്പിൽ പെടുന്നു? ആൻസർ സെക്ഷൻ 339. 25ാമത്തെ ക്വസ്റ്റ്യൻ, 5ഓ അതിലധികമോ ആൾക്കാർ ചേർന്ന് നടത്തുന്ന കവർച്ചയെക്കുറിച്ച് പരാമർശിക്കുന്ന IPCയിലെ 25ാമത്തെ ക്വസ്റ്റ്യൻ, 5ഓ അതിലധികമോ ആൾക്കാർ ചേർന്ന് നടത്തുന്ന കവർച്ചയെക്കുറിച്ച് പരാമർശിക്കുന്ന IPCയിലെ വകുപ്പ്. ആൻസർ സെക്ഷൻ 391. ആൻസർ എന്താണ്? സെക്ഷൻ 391.
26ാമത്തെ ക്വസ്റ്റ്യൻ, കവർച്ച നടത്തുന്നതിനു രാത്രിയിൽ ഹൈവേയിൽ വെച്ചാകുമ്പോൾ ലഭിക്കുന്ന ശിക്ഷ എന്താണ്? കവർച്ച നടത്തുന്നത് രാത്രിയിൽ ഹൈവേയിൽ വെച്ചാകുമ്പോൾ ലഭിക്കുന്ന ശിക്ഷ എന്താണ്? ആൻസർ 14 വർഷം വരെ ആകാവുന്ന കഠിന തടവും പിഴയും. ആൻസർ എന്താണ്? 14 വർഷം വരെ ആകാവുന്ന കഠിന തടവും പിഴയുമാണ് ഹൈവേയിൽ. 27ാമത്തെ ക്വസ്റ്റ്യൻ, ഒരാൾ കവർച്ച നടത്തുന്നതിനുള്ള ശ്രമം നടത്തുന്നത് കുറ്റകരമാണെന്ന് പ്രതിപാദിക്കുന്ന IPCയിലെ സെക്ഷൻ. ആൻസർ സെക്ഷൻ 393. ഒരാൾ കവർച്ച നടത്തുന്നതിനുള്ള ശ്രമം നടത്തുന്നത് കുറ്റകരമാണെന്ന് പ്രതിപാദിക്കുന്ന IPC സെക്ഷനാണ് സെക്ഷൻ 393. 28ാമത്തെ ക്വസ്റ്റ്യൻ, IPC സെക്ഷൻ 393 പ്രകാരമുള്ള ശിക്ഷ ഏതാണ്? IPC സെക്ഷൻ 393 പ്രകാരമുള്ള ശിക്ഷ. ആൻസർ 7 വർഷം വരെ കഠിന തടവും പിഴയും. ആൻസർ എന്താണ്? 7 വർഷം വരെ കഠിന തടവും പിഴയും. 29ാമത്തെ ക്വസ്റ്റ്യൻ, കുറ്റകരമായ വിശ്വാസവഞ്ചനയെക്കുറിച്ച് പരാമർശിക്കുന്ന IPC വകുപ്പ്. 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കുറ്റകരമായ വിശ്വാസവഞ്ചനയെക്കുറിച്ച് പരാമർശിക്കുന്ന IPC വകുപ്പ്. ആൻസർ സെക്ഷൻ 405. ആൻസർ സെക്ഷൻ 405 ആണ് കുറ്റകരമായ വിശ്വാസവഞ്ചനയെക്കുറിച്ച് പരാമർശിക്കുന്ന IPC വകുപ്പ്. 30ാമത്തെ ക്വസ്റ്റ്യൻ, കുറ്റകരമായ വിശ്വാസവഞ്ചനയ്ക്കുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. കുറ്റകരമായ വിശ്വാസവഞ്ചനയ്ക്കുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ്. ആൻസർ സെക്ഷൻ 406. ആൻസർ സെക്ഷൻ 406. 31ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സ്ത്രീയുടെ ഭർത്താവോ ഭർത്താവിൻ്റെ ബന്ധുക്കളോ മാനസികവും ശാരീരികവുമായി ആ സ്ത്രീയെ ഉപദ്രവിക്കുന്നതുമായി ബന്ധപ്പെട്ട IPC വകുപ്പ്. ആൻസർ സെക്ഷൻ 498A. ഒരു സ്ത്രീയുടെ ഭർത്താവോ ഭർത്താവിൻ്റെ ബന്ധുക്കളോ മാനസികവും ശാരീരികവുമായി ആ സ്ത്രീയെ ഉപദ്രവിക്കുന്നതുമായി ബന്ധപ്പെട്ട IPC വകുപ്പാണ് സെക്ഷൻ 498A. 32ാമത്തെ ക്വസ്റ്റ്യൻ, കൂട്ടബലാത്സംഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC വകുപ്പ്. കൂട്ടബലാത്സംഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC വകുപ്പ്. ആൻസർ സെക്ഷൻ 376D. 376D. കൂട്ടബലാത്സംഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC വകുപ്പാണ് സെക്ഷൻ 376D. 33ാമത്തെ ക്വസ്റ്റ്യൻ, 16 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC വകുപ്പ്. ആൻസർ സെക്ഷൻ 376D. സെക്ഷൻ 376DA. 16 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയുടെ കൂട്ടബലാത്സംഗം ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 376DA. ക്വസ്റ്റ്യൻ നമ്പർ 34. പൊതുജനാരോഗ്യത്തിന് ഭീഷണി ഉയർത്തുന്ന രീതിയിൽ മനഃപൂർവ്വം പകർച്ചവ്യാധിയെ വ്യാപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC വകുപ്പാണ് സെക്ഷൻ 270. പൊതുജന ആരോഗ്യത്തിന് ഭീഷണി ഉയർത്തുന്ന രീതിയിൽ മനഃപൂർവ്വം പകർച്ചവ്യാധി വ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC വകുപ്പാണ് സെക്ഷൻ 270. ഏതെങ്കിലും ഒരു ജലസ്രോതസ്സ് മലിനമാക്കിയാൽ ഉള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 277. ഏതെങ്കിലും ഒരു ജലസ്രോതസ്സ് മലിനമാക്കിയാലുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 277. 36ാമത്തെ ക്വസ്റ്റ്യൻ, ജലസ്രോതസ്സ് മലിനമാക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന ശിക്ഷ. ജലസ്രോതസ്സ് മലിനമാക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന ശിക്ഷയാണ് 3 മാസം വരെ തടവോ 500 രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ. 3 മാസം വരെ തടവോ 500 രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ. 37ാമത്തെ ക്വസ്റ്റ്യൻ, പൂവാല ശല്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC വകുപ്പ്. സെക്ഷൻ 354D. പൂവാല ശല്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC വകുപ്പാണ് സെക്ഷൻ 354D. 38ാമത്തെ ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ഒരു കളവു മുതൽ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട IPC സെക്ഷൻ. IPCയിലെ സെക്ഷനാണ് 411. ഏതെങ്കിലും ഒരു കളവു മുതൽ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട IPC സെക്ഷനാണ് സെക്ഷൻ 411. 39ാമത്തെ ക്വസ്റ്റ്യൻ, IPC സെക്ഷൻ 411 പ്രകാരമുള്ള ശിക്ഷ എന്താണ്? ശിക്ഷ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. IPC സെക്ഷൻ 411 പ്രകാരമുള്ള ശിക്ഷ ഏതാണ്?
3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ. കൊലപാതകത്തോടു കൂടിയ സംഘകവർച്ചയെക്കുറിച്ച് പരാമർശിക്കുന്ന IPC സെക്ഷൻ 396. 40ാമത്തെ ക്വസ്റ്റ്യൻ. കൊലപാതകത്തോടു കൂടിയ സംഘകവർച്ചയെക്കുറിച്ച് പരാമർശിക്കുന്ന IPC സെക്ഷനാണ് സെക്ഷൻ 396. 41ാമത്തെ ക്വസ്റ്റ്യൻ. 7 വയസ്സിനു മുകളിലും 12 വയസ്സിനു താഴെയും പ്രായമുള്ള കുട്ടികളുടെ കുറ്റകൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷനാണ് സെക്ഷൻ 83. 7 വയസ്സിനു മുകളിലും 12 വയസ്സിനു താഴെയും പ്രായമുള്ള കുട്ടികളുടെ കുറ്റകൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷനാണ് സെക്ഷൻ 83. 42ാമത്തെ ക്വസ്റ്റ്യൻ. സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട IPC വകുപ്പ്. സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട IPC വകുപ്പ് സെക്ഷൻ 304B. സെക്ഷൻ 304B. സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട IPC വകുപ്പാണ് സെക്ഷൻ 304B. 43ാമത്തെ ക്വസ്റ്റ്യൻ. ഏതെങ്കിലും ഒരാളോട് ചെയ്യുന്ന ദേഹോപദ്രവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ. ഏതെങ്കിലും ഒരാളോട് ചെയ്യുന്ന ദേഹോപദ്രവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷനാണ് സെക്ഷൻ 319. സെക്ഷൻ 319. 44ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു സ്ത്രീയുടെ സമ്മതം കൂടാതെ ഗർഭം അലസിപ്പിക്കുന്നതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന IPC വകുപ്പ് സെക്ഷൻ 313. 45ാമത്തെ ക്വസ്റ്റ്യൻ. ഒരാളുടെ നന്മയ്ക്ക് വേണ്ടി അയാളുടെ സമ്മതം കൂടാതെ സദുദ്ദേശത്തോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 92. 46ാമത്തെ ക്വസ്റ്റ്യൻ. ആൾ മോഷണത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 363. 46ാമത്തെ ക്വസ്റ്റ്യൻ. ആൾമോഷണത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 363. 47ാമത്തെ ക്വസ്റ്റ്യൻ. സ്വമേധയാ മറ്റൊരാൾക്ക് കഠിന ദേഹോപദ്രവം ഉണ്ടാകുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. സ്വമേധയാ മറ്റൊരാൾക്ക് കഠിന ദേഹോപദ്രവം ഉണ്ടാകുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 325. സെക്ഷൻ 325. 48ാമത്തെ ക്വസ്റ്റ്യൻ. സെക്ഷൻ 325 പ്രകാരം കുറ്റം ചെയ്ത ഒരാൾക്ക് ലഭിക്കുന്ന ശിക്ഷ 7 വർഷം വരെ തടവും കൂടാതെ പിഴയും. 49ാമത്തെ ക്വസ്റ്റ്യൻ. IPC സെക്ഷൻ 359 പ്രകാരം ആൾമോഷണം എത്ര വിധം? IPC സെക്ഷൻ 359 പ്രകാരം ആൾമോഷണം എത്ര വിധം? 2 വിധം. ആൻസർ 2. 50ാമത്തെ ക്വസ്റ്റ്യൻ. IPC സെക്ഷൻ 361 പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെയാണ് മൈനറായി കണക്കാക്കുന്നത്? 50ാമത്തെ ക്വസ്റ്റ്യൻ. IPC സെക്ഷൻ 361 പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെയാണ് മൈനറായി കണക്കാക്കാവുന്നത്? ആൻസർ എത്രയാണ്? 16 വയസ്സിന്. 16 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെയാണ് IPC സെക്ഷൻ 361 പ്രകാരം മൈനറായിട്ട് കണക്കാക്കാവുന്നത്.